ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞാൻ രാവിലെ എണീറ്റിട്ട് ചപ്പാത്തിക്കും അതുപോലെ കറിക്കൊക്കെ ഉള്ളത് തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും സോഫയിൽ വന്ന് കിടന്നേ. എന്താണെന്നറിയില്ല, ചൂടൊക്കെ തുടങ്ങിയപ്പോഴേ നല്ല ക്ഷീണം തോന്നുക. ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയാവുന്നില്ല. ഇപ്പം 11 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പണിയെല്ലാം തീരുമല്ലോ, അപ്പോഴും കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് കുറച്ച് നേരം വന്ന് വീണ്ടും കിടക്കും സോഫയിൽ. പിന്നെ വൈകിട്ടും കിടന്നുറങ്ങും. ഫുൾ ടൈം ഉറക്കം കേട്ടോ. മുഖമൊക്കെ വന്ന് വീങ്ങി എന്തോ പോലെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല പോലെ വീങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ ഫേസൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ, പകലൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസൊക്കെ നല്ല പോലെ ഇങ്ങനെ വീങ്ങുവേ. അപ്പോൾ ആ ഫേസൊക്കെ നന്നായി വന്ന് വീർത്ത് ചീർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉറക്കമൊക്കെ കൂടി, എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ കൂടിയില്ലേ, അപ്പം ഭയങ്കര ഉറക്ക ക്ഷീണമാണ്. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ വല്ല തൈറോയിഡ് ഉണ്ടോയെന്നും അറിയില്ല. എനിക്ക് പ്രഗ്നൻസിയിൽ തൈറോയിഡ് ഉണ്ടായിരുന്ന കേട്ടോ. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് മോനൊരു 2 വയസ്സൊക്കെ ആയപ്പോൾ ഒരിക്കൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞതായിരുന്നു ചെറുതായിട്ട് തൈറോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എന്താ പറയുക, നല്ലപോലെ ഉറക്ക ക്ഷീണം വരിക, നന്നായിട്ട് എന്താ പറയുക മൂടിയായിട്ടിരിക്കുക, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരിക, മൂഡ് ചേഞ്ച് ആവുക, അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഒരിക്കൽ ചെക്ക് ചെയ്തപ്പം ചെറുതായി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഈ പുതിയ കോട്ടറൊക്കെ കിട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താണെന്നറിയില്ല നല്ലപോലെ ദേഷ്യമൊക്കെ വരിക, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി തൈറോയിഡ് മാറ്റം വന്നിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നല്ലപോലെ നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു 2-3 മാസമായിട്ടാണ് നടത്തം നല്ലപോലെ കമ്മിയാക്കിയത്. ഇപ്പം ഞാൻ അധികമൊന്നും നടക്കാറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക നടക്കുന്നതേ ഉള്ളൂ. അല്ലേ പിന്നെ ഞാനൊരു 2 മണിക്കൂറൊക്കെ ഞാൻ ഡെയിലി നടക്കുമായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ വെച്ചിട്ടെങ്കിലും നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്താ പറയുക, എത്ര നടന്നാലും എൻ്റെ വെയിറ്റ് കുറയോ വണ്ണം കുറയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ വല്ല തൈറോയിഡ് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ അത്യാവശ്യം ഫുഡും അടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, ഇനിയിപ്പോൾ തൈറോയിഡോ മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിപെടാതെ അങ്ങനെ നിൽക്കുവാണോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ. അതൊന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏട്ടനാണെങ്കിൽ സമയവും കിട്ടുന്നില്ല. ഇങ്ങോട്ട് നമ്മൾ മധ്യപ്രദേശിലോട്ട് വന്നതിന് ശേഷം ഏട്ടൻ അങ്ങനെ എന്താ പറയുക ഒന്നിനും സമയവും കിട്ടാറില്ല കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അധികം സൺഡേ ഒക്കെ ആവുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അതെപ്പോഴും കറങ്ങാനൊന്നും പോവില്ല. വല്ലപ്പോഴും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 1-2 തവണ മാത്രമേ അങ്ങനെ പോവുള്ളൂ. പിന്നെ ഈവനിങ് ഒക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി മേടിക്കാനോ, അല്ലെങ്കിൽ മോൻ പറയും, മോൻ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടിട്ട് ഏട്ടനോട് പറയും, അച്ഛാ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിളിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനും കൂടെ കയറി പോകുന്നത്. പിന്നെ അതാ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തി അതുപോലെ എന്താ പറയുക ലോക്കിൻ്റെ കറിയായിരുന്നു കേട്ടോ ഇന്ന് രാവിലേക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചോറിനും കൂടെ അരിയിട്ടിട്ടുണ്ടായിരുന്നേ. അവർ 2 പേരും ഉറങ്ങി എണീച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അവർ 2 പേരും ഉറങ്ങി എണീക്കുമ്പോഴേക്കും പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവരിനി ഒരു 8-9 വരെ കിടന്നുറങ്ങും കേട്ടോ. ഇന്നെന്തായാലും സൺഡേ ഒക്കെ അല്ലേ, അപ്പം നല്ലപോലെ കിടന്നുറങ്ങേ. പിന്നെ ഞാൻ ചോറിനും കൂടെ അരിയിട്ട് ചീരയ്ക്കുള്ള ഉപ്പേരിക്കും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ചുവന്ന ചീരയൊക്കെ ഇട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെയാണ്. എന്ന് വെച്ചാൽ നാട്ടിലത്തെ അതേപോലത്തെ ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ചീരയ്ക്ക്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോഴില്ലേ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ആ ഒരു സ്മെല്ല് ഒരു സ്പെഷ്യൽ മണമൊക്കെയാണ് നമ്മുടെ പച്ചക്കറി കടകളിലൊക്കെ കയറി പോകുമ്പോൾ. പക്ഷേ ഇവിടുത്തെ മാർക്കറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മണമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പലചരക്ക് കടയിലൊക്കെ കയറി പോകുമ്പോൾ ഒരു മണമില്ലേ, പക്ഷെ അങ്ങനത്തെ ഒരു മണമൊന്നും ഇവിടെ നിന്ന് നമുക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒന്നും മണം ആസ്വദിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്നും ഇങ്ങനെ പറയാറുണ്ട് ഏട്ടനോട്. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം എന്ന് വെച്ചാൽ കടയിൽ കയറി പോയപ്പോൾ എന്തൊരു മണമായിരുന്നു. ഞാനത് ആ കടയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മണമായിരുന്നു ആ കടയിൽ കയറിപ്പോയപ്പം. എനിക്ക് ഏട്ടൻ്റെ ആ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീടിൻ്റെ ആ ചുറ്റുവട്ടം എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഗ്രാമീണത്വമുള്ള സ്ഥലങ്ങളൊക്കെയാണ്, ഭയങ്കര
പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഭയങ്കര രസം കേട്ടോ കാണാനും. അതുപോലെ അവിടുത്തെ കടകളിലൊക്കെ പോകുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും, നാടൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ പോലും ഇത്രയൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്നും പോകുന്ന ഒരാളായിരുന്നില്ല. എന്ന് വെച്ചാൽ അധികവും വീട്ടിൻ്റെ അകത്തും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ തന്നെ ആയിരിക്കും ഞാൻ അധികം ചിലവഴിച്ചിട്ടുള്ള. ആ ഒരു 2 സ്ഥലങ്ങളിൽ മാത്രമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരാനും പോകാനും ഒക്കെ തുടങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നതിനേക്കാളും ഇഷ്ടം നാട്ടിൽ തന്നെ ഇരിക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതൊക്കെ പറയില്ലേ. അപ്പോൾ പിന്നെ ഇവിടെയും ഞാൻ അങ്ങോട്ട് സെറ്റായി. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, മോനാണെങ്കിലും കുഴപ്പമില്ല, മോന് കളിക്കാനും ഒക്കെ കൂട്ടുകാരുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും ഫ്രണ്ട്സിനെയൊന്നും കിട്ടില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഓക്കെ, അല്ലാതെ ഇപ്പോൾ ആരും അങ്ങനെ കുഞ്ഞുങ്ങളെയൊന്നും പുറത്തിറക്കാതെയൊക്കെ ആയില്ലേ. ഇപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെ അകത്തന്നെ വെച്ച് പൂട്ടിയിടുകയല്ലേ ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. എന്നാൽ പോലും ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എല്ലാവരും കളിക്കാനൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ നോക്കുന്നവർ നോക്കുന്നുണ്ട്, നോക്കാത്തവർ അങ്ങനെ ഇട്ടിട്ട് പോകും. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനെന്തായാലും ആ ഒരു എന്താ പറയുക, കളിക്കുന്ന ആ ഒരു ടൈം മിസ്സാവില്ലല്ലോ. പിന്നെ വിദ്യാഭ്യാസം പറയുമ്പം അതും നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുമായിരിക്കും, അറിയില്ല എനിക്ക്. പക്ഷേ നാട്ടിലത്തെ വിദ്യാഭ്യാസം അത്യാവശ്യം നല്ലതൊക്കെയാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ഓരോ ന്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് നാട്ടിലൊന്നും വന്ന് അങ്ങനെ കുഞ്ഞിനെ പഠിപ്പിക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ. അറിയില്ല, ചിലപ്പോൾ നാളെ മേലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അവരെ എണീക്കുമ്പോഴേക്കും ഇതാ ഞാൻ ഉപ്പേരി വയ്ക്കലും അതുപോലെ കറി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാല് തിളപ്പിക്കലും എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ചോറ് വയ്ക്കലും ചപ്പാത്തി ഉണ്ടാക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിക്കലും തുടയ്ക്കലും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പിന്നെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ എണീപ്പിച്ച് വിട്ടേ. അപ്പോൾ അവൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ പോയി. അവൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീടിനെ മൊത്തം 4 ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം. മോൻ്റെ കുളി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി ഞാൻ പോയി കുളിക്കും. വന്നിട്ട് പതുക്കെ ആയിരിക്കും കേട്ടോ ക്ലീനിങ് ഒക്കെ ചെയ്യുക. കാരണം അവൻ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അരമണിക്കൂർ അവന് ടെൻഷൻ ഇല്ലാണ്ട് അവൻ കളിച്ചോളും. അപ്പോൾ അവനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ലഞ്ച് കഴിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നു. അപ്പോൾ അതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും മോന് ഭക്ഷണം കൊടുത്തിട്ടാട്ടോ തറയിലിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ വൈകിട്ടുള്ള ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും മോനും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട്. അവൻ ഇനി തൊട്ട് പുതിയ സ്കൂളിലേക്കൊക്കെ പോവുമല്ലേ. അപ്പോൾ പുതിയ സ്കൂളിൽ അഡ്മിഷൻ ആയതിന് ശേഷം നമ്മൾ എന്താ പറയുക, നാളെ ആട്ടോ അവന് സ്കൂളിൽ വിടാൻ പോകുന്ന ആദ്യമായിട്ട്. അപ്പോൾ അവന് കുറച്ച് കൂടുതൽ സാധനമൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, സ്കൂള് ചേർത്തുന്നത് മാത്രമല്ല സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിനും ഇപ്പോൾ നല്ല വിലയാട്ടോ. ഞാനൊരു 12 വർഷം പഠിച്ച അത്രയും പൈസ അവനിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇയറിൽ തന്നെ അവനെ മൊത്തം ചിലവാകുക. അത്രയും ചിലവാണേ ഓരോ സാധനങ്ങൾക്കും. ബുക്കിനാണെങ്കിൽ തന്നെ 1200 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മേടിച്ച് വരുമ്പോഴേക്കും നല്ലൊരു എമൗണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അത് മാത്രമല്ല പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലേക്കും ചെറുതായിട്ടൊന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇരുട്ടായിട്ടോ. പിന്നെ സാധനമൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് നമുക്ക് പലചരക്ക് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക, നമുക്ക് ആട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പം ബ്രെഡോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആട്ടയും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊന്നും കിട്ടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇനി ഇതാ ഒരുപാട് തിരക്കുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ മൊത്തത്തിൽ പണിയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി അടുക്കി പെറുക്കി വെക്കണം. എല്ലാം നാളേക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻസായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ്.